ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഒരു 4 സ്റ്റാൻഡാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ആരി സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ ഇത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇത് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ വരുന്ന ഐറ്റംസാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഐറ്റംസ് അല്ല, ചെറിയ ചെറിയ ഡാമേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്നിൻ്റെയും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിത് നിങ്ങൾ കിട്ടിയതിന് ശേഷം ഇതിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനാണെങ്കിൽ അത് പറ്റത്തില്ല. കാരണം ക്ലിയറൻസ് സെയിലാണ്. ഞാനിത് ഓരോന്നിൻ്റെയും എന്താണ് ഇതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ നോക്കാം. സാധനം സെയിം തന്നെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അതിനകത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ പാഴ്സലിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാതെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കമുള്ള പോലെ തോന്നും. പഴക്കത്തിൻ്റെ അല്ല, നമുക്ക് വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണ്. അതായത് ഇതിനകത്ത് കളർ കണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വൈറ്റ് പെയിൻറ്റ് എന്തെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ കളറിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കുന്നവർ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് എന്തെങ്കിലും ഇതിനകത്ത് അടിച്ച് കൊടുത്താൽ ഓക്കെ ആകും. വേറെ കുഴപ്പമൊന്നുമില്ല. കേട്ടോ, ഇതിനകത്ത് 4ലും ഇതുപോലെ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡിലാണെങ്കിൽ ഇതാ കണ്ടോ, ചില സ്ഥലത്ത് ഇതുപോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. 4 കാലും ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ സെറ്റായിട്ടായിരിക്കും റിങ്ങോട് കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 രൂപയാണ് കേട്ടോ. ജസ്റ്റ് പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടല്ലോ, അത്ര 25 രൂപ ഉണ്ടാകുന്ന തോന്നുന്നു വരുന്നത്. അത് നിങ്ങൾ വാങ്ങിച്ചിട്ടാണെങ്കിലും അതാണെങ്കിലും അടിച്ച് കൊടുത്താൽ മതി. അടിക്കണമെന്നുള്ളവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 350 രൂപയാണ്. ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് വെയിറ്റ് നോക്കട്ടെ, വെയിറ്റ് നോക്കിയിട്ട് പറയാം. വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ നോക്കിയിട്ട് അവർക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. അത് 350 ആണ്. വിത്ത് ഫ്രെയിമും കൂടിയാണ് കേട്ടോ വരുന്നത്. അടുത്തത് വരുന്നത് ഇതാണ് ഐറ്റം. ഇതിന് ഒരു കുഴപ്പമില്ല, ഫുള്ള് പെയിൻ്റൊക്കെ നല്ല പക്കയാണ്. ഒരിടത്തും അതൊന്നും കളറൊന്നും പോയിട്ടില്ല, എല്ലാം സെറ്റാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വരുന്നത് 4 കാലിൽ ഒരു കാല് മാത്രം ചെറുതായിട്ട് ഇവിടെ കണ്ട ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത്രയും പൊങ്ങിയാണ് നിൽക്കുന്നത്. ബാക്കി 4 എണ്ണവും നമുക്ക് താഴെ ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. പക്ഷേ ഇത് മാത്രം, ഈ ഒരു പീസ് ഒരു കാല് മാത്രം അതിനെ അങ്ങനെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പരിഹാരം എന്ന് പറയാനായിട്ട് താഴ്ഭാഗത്ത് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും താഴെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത്ര ഈ ഹൈറ്റിൽ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ലെവലായിട്ട് 4 ഉറച്ചിരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നേരം ഇതുപോലെ ഇങ്ങനെ ആടും. നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാൻ നേരം ഇങ്ങനെ ആടും. അപ്പോൾ താഴ്ഭാഗത്ത് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ടിരുന്നോളും. ഓക്കെ, അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു കറക്റ്റ്, നിങ്ങൾക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാകത്തില്ല, ഒരു കറക്റ്റ് ഒരു റൗണ്ടിലല്ല, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. കണ്ടോ, ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നമുക്കത് റിങ് ഇട്ടാലൊന്നും കുഴപ്പമില്ല കേട്ടോ. റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റിങ് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. റിങ് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്. ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ കണ്ടോ, റിങ് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റിങ് വെറുതെ ഇങ്ങനെ മുകളിൽ ഫസ്റ്റ് ക്ലോത്ത് റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് എല്ലാം ടൈറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ പോലെ കാലിൻ്റെ ആ ഒരു കറക്റ്റ് താഴോട്ട് മുട്ടുന്നില്ല. പിന്നെ ചെറിയൊരു റൗണ്ട്, കറക്റ്റ് ഒരു റൗണ്ടല്ല. ഇത് റിങ്ങൊന്നും വെക്കാനായിട്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ആ സെയിം ഇത് തന്നെയാണ് ഇതിനകത്തും ഉള്ളത് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡിലും ആ സെയിം തന്നെയാണ്. റിങ് കണ്ടോ, റിങ് ഒരു കറക്റ്റ് ആ ഒരു ഇതിലല്ല നിൽക്കുന്നത്. കാലും ചെറിയ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ആ സെയിം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 380 രൂപയാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് അധികം ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നതാണ്. അതാണ് കണ്ടോ, ഫുള്ള് ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് എത്തിയതാണിത്. ഓക്കെ, അപ്പോൾ ഇത് 380 ആണ്. ഇത് ഫ്രെയിം ഉണ്ടാവും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റാൻഡാണേ. കണ്ടോ, ഇതാണ് സ്റ്റാൻഡ്. ഇത് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഇതിപ്പം ഇത് കുറച്ചായി നമുക്ക്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പായിരുന്നു ഞാൻ എടുത്തിരുന്നത്. കണ്ടോ, ഈ ഒരു ടൈപ്പായിരുന്നു. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ടൈപ്പ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, 4 കാലും ഉറച്ച് നിൽക്കുന്നില്ലായിരുന്നു. ഒരെണ്ണം ഇതേപോലെ തന്നെ മുകളിലോട്ടായിരുന്നു നിന്നിരുന്നത്. അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഫസ്റ്റിലെ ഈ ഒരു ടൈപ്പിലായിരുന്നു ചെയ്തത്. അപ്പം എല്ലാം അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു മോഡൽ വന്ന എല്ലാം അതുപോലെ ആയിരുന്നു. 3 എണ്ണം മാത്രമേ താഴെ നിൽക്കത്തുള്ളായിരുന്നു, ഒരെണ്ണം പൊങ്ങി നിൽക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് താഴ്ഭാഗത്ത് അതാണ് ഞാൻ പറഞ്ഞത്, മറ്റേതിനകത്ത് എന്തെങ്കിലും താഴ്ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതിയെന്ന്. അതുപോലെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടിരുന്നത്. ഇത് റൗണ്ടിലൊന്നും പ്രശ്നമില്ല, കറക്റ്റ് റൗണ്ടാണ്. ഇതിൻ്റെ പറഞ്ഞത് താഴ്ഭാഗത്ത്
കറക്റ്റ് 4 നിൽക്കത്തില്ലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാടായിട്ടോ കുറേ ആയതാണ് കണ്ടോ. അതുകൊണ്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രൈസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് മാത്രം അടയ്ക്കുവാണെങ്കിൽ ഇത് ഞാൻ ആർക്കാ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തരും. ഞാനിത് സത്യത്തിൽ ഇത് കൊടുക്കാനിരുന്നതല്ല, എന്തെങ്കിലും പഴയതൊക്കെ എടുക്കാൻ വരുന്ന അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ഞാൻ. അതാണ് ഇത് കുറേ ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. കാരണം തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ പുറത്ത് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കാരണം ഇത്രയും ഈ തുരുമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു യൂസ് ആകുന്നെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. വേണ്ടവർ മാത്രം എടുക്കുക. ഇതിനകത്ത് എന്താ പറയുക 4 കാലുണ്ടാവും, അത് നോക്കിയെടുക്കാം എവിടെയാണ്. അപ്പോൾ തുരുമ്പൊക്കെ നിങ്ങൾക്ക് കളഞ്ഞ് സെറ്റാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇതിനകത്ത് റിങ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് അയച്ചു തരാം. അപ്പോൾ റിങ്ങോട് കൂടി അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ റിങ്ങിൻ്റെ ക്യാഷ് അടയ്ക്കേണ്ടി വരും. കാരണം ഞാനിതിപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ. വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നുമില്ല. ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവും. സ്റ്റാൻഡല്ല 4 കാല് അത് വരുന്നുണ്ട്. തുരുമ്പൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ, അതല്ല ഇപ്പം നിങ്ങൾക്ക് തുരുമ്പ് അങ്ങനെ കളയാൻ പറ്റാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെല്ലോ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുള്ള് ചുറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രഷ് പീസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ പീസ് കാണിച്ചത്. അപ്പം ഇത് കൊടുക്കാൻ അങ്ങനെ ഫുള്ള് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഫ്രഷ് പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. അത് നമുക്ക് 490 പ്രൈസ് വരുന്നത്. വിത്ത് ഫ്രെയിം ഉണ്ടാകും. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 490 ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് 3-in-1 സ്റ്റാൻഡ് വരുന്നുണ്ട്. അതാണെങ്കിലും അത് പർച്ചേസ് 3 അല്ല 2-in-1 സ്റ്റാൻഡാണേ. അപ്പോൾ അതിൻ്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് സൈഡിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ നോക്കാതെ വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. റേറ്റ് ഉണ്ട് 1000 സംതിങ് വരുന്നുണ്ട്. 1000 ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാൻഡ്, അതിൻ്റെ ഫ്രെയിം വിത്ത് ക്ലിപ്പ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. 1900 സംതിങ് ആണ് വരുന്നത്. എന്നാലും 2000 അടുത്ത് വരും കേട്ടോ അത് ഷിപ്പിംഗ് കൂടി കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇപ്പോൾ കറക്റ്റ് ഞാൻ ബില്ലിട്ട് തരാം. കൂടാതെ നമ്മുടെ ത്രെഡ് സ്റ്റാൻഡ്, ഇത് കുറേ പേര് ചോദിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. നമുക്കങ്ങനെ എപ്പോഴും ഒരുപാട് സ്റ്റോക്ക് ഇരിക്കാറില്ല. ഇപ്പം എടുത്തതിന് ഒരു പീസേ ഉള്ളൂ കേട്ടോ. ബാലൻസ് ഇപ്പോൾ ഒരു പീസ് ഇരുന്നതാണ്. വരുന്നുണ്ട് സ്റ്റോക്ക്, ഇതിൻ്റെ ഇത് എത്തുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോൾ നമുക്ക് ഒറ്റ പീസേ ഉള്ളൂ. പുതിയത് പീസ് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് 392 പീസാണ് നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ 2 പീസായിട്ടാണ് വരുന്നത്. ഇങ്ങനെയല്ല, ഇതാണ് വരുന്നത്. ഇതുപോലത്തെ 2 എണ്ണം നിങ്ങൾ എടുക്കുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കണ്ടോ. ഇതുപോലെ നമുക്ക് വെക്കാവുന്നതാണ്. ഇതുപോലെ വെക്കാം. അതല്ല നിങ്ങൾക്ക് ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് ഓരോ പീസാക്കിയിട്ട് ഹാങ് ചെയ്താണെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് 490 പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, ബൈ.